ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മധുരം തന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു കുഴപ്പം അതിന്റെ പിറകെ വരുമെന്ന്. എന്റെ ഗോപാല, ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഞാനിവിടെ സന്തോഷമായിട്ട് കഴിയല്ലേ. എനിക്ക് ഓപ്പറേഷൻ ഒന്നും പോവണ്ട, കാത്തു നിക്കണ്ട, പൊയ്ക്കോ. പോകാനല്ലേടി പറഞ്ഞേ? അമ്മേ, എന്താ അമ്മേ? കിട്ടിയില്ല, വീണ്ടും കുറെ കേട്ടു. ഞാൻ ഇവിടെ കടന്ന് നില വിളിക്കും. ആ നിമിഷം ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടി വരും. എല്ലാരും നല്ല ദേഷ്യത്തിലാ. വിശന്നിട്ട് വയ്യല്ലോ മനുഷ്യന്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കട്ട് തിന്നേണ്ടി വരുമോ? എന്താ സിനി? കുറച്ച് സമയമായി ഒരു സംശയം എന്റെ മനസ്സിൽ കിടക്കുന്നു. മാമിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്താ? നവീൻ കൃഷ്ണയെ വിവാഹം കഴിക്കും. അതോടെ കളരിക്കൽ കുടുംബത്തിന്റെ ശാപം കൃഷ്ണയുടെ തലയിൽ വീഴും. എന്നിട്ട് കൃഷ്ണയുടെ സ്ഥാനത്ത് ഗാഥയും നവീനും ജീവിക്കുകയും വേണം. ഇതല്ലേ മാമിന്റെ ഉദ്ദേശം? മുഴുവൻ സമയവും എന്നോടൊപ്പം നടക്കുന്ന നിനക്ക് ഇതുവരെ എന്റെ ഉദ്ദേശം എന്താന്ന് വ്യക്തമായിട്ടില്ലേ? ഇതാണോ നിന്റെ സംശയം? സംശയം ഇതല്ല മാം. മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്മാറാൻ കൃഷ്ണ തയ്യാറായില്ലെങ്കിലും തനിക്ക് പകരം ദാദ നവീന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത് ഏതെങ്കിലും വിധത്തിൽ കൃഷ്ണ തടഞ്ഞാലോ? നിന്റെ നാവിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവില്ലല്ലോ സിനി. സൂചനകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിനക്ക്? ഇല്ല മാം, എന്നാലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ അവക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നെ അനുസരിക്കാൻ വേണ്ടിയിട്ടാ. നവീന്റെ താലിക്ക് മുമ്പിൽ അവൾ കഴുത്തു നീട്ടുന്നതും 1-2 ദിവസം നവീന്റെ ഭാര്യ എന്ന നിലയിൽ കളരിക്കൽ തങ്ങുന്നതും എന്റെ ഉത്തരവനുസരിച്ച്. നീ പറഞ്ഞ ശരിയാ. ലോകത്തിലെ കാഴ്ചകൾ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ലാത്ത അവക്ക് ചിലപ്പോ മാറ്റം വരും. കിട്ടിയ താലി നെഞ്ചിൽ ചേർത്ത് വെച്ച് അവള് ചിലപ്പോ ഉറക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച അവള് പിന്നെ ജീവിച്ചിരിക്കില്ല. തറവാട്ടിലെ ശാപം അവളുടെ മേൽ ഫലിച്ചില്ലെങ്കിൽ സിതാരയുടെ തീരുമാനം ഫലിക്കും. കൊല്ലും ഞാൻ അവളെ. അവളുടെ അമ്മ എന്നോട് ചെയ്ത ചതി അവളും കൂടെ ആവർത്തിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് വിധിക്കാത്ത മരണശിക്ഷ ഞാൻ അവക്ക് വിധിക്കും. എന്തേ, അത് നടക്കില്ലേ? എന്തായാലും ഈ സംശയം ഗാഥയുടെ മുന്നിൽ പറയാനായിട്ട് നിൽക്കണ്ട. ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ കൃഷ്ണ പിന്നെ അവള് ബാക്കി വെച്ചേക്കില്ല. അതാ പ്രശ്നം. ആ മോള് വന്നല്ലോ. അതെ, വേണ്ടതൊക്കെ ഉണ്ട്, എടുത്തു കഴിച്ചോ. അതേ കൃഷ്ണേ, നീ ഇങ്ങനെ വേണ്ടതൊക്കെ അവൾക്ക് മേടിച്ചു കൊടുത്താലേ അവസാനം പെട്ടുപോകുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങളും പിന്നെ ഇതുപോലെയൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ. അതിന് നിങ്ങളോട് ആരാ വാങ്ങാൻ പറഞ്ഞേ? അതിന് കൃഷ്ണേച്ചി ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാവില്ലേ? എന്റെ കാര്യങ്ങളൊക്കെ കൃഷ്ണേച്ചി നോക്കിക്കോളും. കൃഷ്ണേച്ചിയുടെ അമ്മയുടെ കാര്യം നോക്കാൻ പോലും നേരമില്ല. അതിനിടയിലാ നീ. ഒന്ന് മിണ്ടാതിരുന്നേ ഗോപാലമ്മ.
അവക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്റെ മോക്ക് നല്ല ജോലി ഉള്ളതല്ലേ, അപ്പൊ പിന്നെന്താ. അമ്മേ ഇതാ. ഇത് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് എന്നോട് തൊടണ്ടെന്ന് പറയാനോ? അതെ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഇത്. ഷുഗർ അല്പം കൺട്രോൾ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മധുരം ഞാൻ തൊടാൻ സമ്മതിക്കാറില്ല. അതാ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ കുഴപ്പമില്ല അമ്മേ, 1-2 എടുത്ത് കഴിച്ചോ. മോളെ കഴിക്ക്. നല്ല സ്വാദുണ്ട്. ഇവിടുത്തെ ഏറ്റവും നല്ല ബേക്കറിന്നാ വാങ്ങിച്ചേ. എന്റെ പൊന്നു തങ്കം, കാശ് കൊടുത്ത നമുക്ക് സിറ്റിക്കകത്ത് വേണ്ടതൊക്കെ കിട്ടും. ആ അമ്മേ, നാളെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോണം കേട്ടോ. എന്താ പറ്റിയേ? മധുരം തന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു കുഴപ്പം അതിന്റെ പിറകെ വരുമെന്ന്. എന്റെ ഗോപാല, ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഞാനിവിടെ സന്തോഷമായിട്ട് കഴിയല്ലേ. എനിക്ക് ഓപ്പറേഷൻ ഒന്നും പോവണ്ട, മതി കുറഞ്ഞുള്ള സുഖം മതി എനിക്ക്. തങ്കേച്ചി, ഇനി അവള് കരയാൻ തുടങ്ങും. വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. പറഞ്ഞോട്ടെ സുനന്ദേച്ചി, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ ജീവൻ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേണം. ഓ, അതും പറഞ്ഞ് കരയാൻ നിക്ക. നീ എപ്പോഴാ ജോലി കഴിഞ്ഞ് വരിക? എപ്പോഴാ ഞാൻ റെഡിയായിട്ട് നിൽക്കേണ്ടത്? അത് പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. ഇനി ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ, എനിക്ക് നല്ല സങ്കടാവും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്റെ അമ്മയെ ഞാൻ ശരിയാക്കി എടുത്തോളാം.